ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി ചേരുന്നുണ്ട്. മധു, ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായുള്ള നാവിക ഉപരോധം പൂർണ്ണതോതിൽ തുടരുമെന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആർക്കും പരിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. എങ്കിലും ഒരു ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഇറാൻ അഴിച്ചുവിടുന്നു എന്ന് പറയുന്നത് ഏറെ ഗുരുതരമായ കാര്യമല്ലേ? അനൂപ്, തീർച്ചയായിട്ടും അതൊരു ഗുരുതരമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഇറാൻ തമ്മിൽ വളരെ നല്ല നയതന്ത്ര തലത്തിലായാലും നല്ല ബന്ധമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ റഷ്യൻ എണ്ണയൊക്കെ വാങ്ങിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവുകൾ അനുവദിച്ചതൊക്കെ ആയിരിക്കാം ഇറാനെ പ്രകോപിപ്പിച്ചത്. ഒരുപക്ഷെ മൊത്തത്തിൽ ലോകത്തിന് തന്നെ ഒരു മുന്നറിയിപ്പ് നിലപാട് കടുപ്പിക്കുന്നതിലൂടെ, അതായത് ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമീനിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ വെല്ലുവിളിക്കുന്ന ശത്രുക്കൾക്ക് കനത്ത തിരിച്ചടി നൽകുവാൻ ഇറാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ നാവികസേന ശത്രുക്കൾക്ക് മേൽ പരാജയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ US ഉപരോധത്തിന്റെ മറുപടിയായി കടലിടുക്കിന്റെ പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്തതായിട്ടും ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഈ IRGC നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ഇന്ത്യൻ കപ്പലുകൾക്കാണ് വെടിയുതിർത്തതിനെ തുടർന്ന് തിരിച്ചു വിടേണ്ടി വന്നത്. ഇത് ഈ വെസൽ ട്രാക്കർ വഴിയാണ് ഇതിന്റെ ഡേറ്റ പോലും പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ ഇറാന്റെ ആണവ സമ്പാദ്യത്തെക്കുറിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് ഖത്തീബ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തുർക്കിയിലെ അന്റലിയയിൽ അദ്ദേഹം അസോസിയേറ്റഡ് പ്രസ്സുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അമേരിക്കയുമായിട്ട് നേരിട്ടുള്ള ഒരു ചർച്ചകൾക്കും ഇപ്പോൾ ഇറാൻ തയ്യാറല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ പാകിസ്ഥാനുമായിട്ട് മധ്യസ്ഥതയിൽ തിങ്കളാഴ്ച ഒരുപക്ഷെ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയ്ക്ക് വിരുദ്ധമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനിവർ പറയുന്ന റീസൺ മാക്സിമലിസ്റ്റ് അല്ലെങ്കിൽ തീവ്രമായ നിലപാടുകളിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്, അതാണ് ചർച്ചകൾക്ക് തടസ്സമെന്നാണ് പറയുന്നത്. അതുപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ ഈ ന്യൂക്ലിയർ ഡസ്റ്റ് അത് ചൈന ഏറ്റെടുക്കാമെന്ന് പറയുന്നു, അമേരിക്കയ്ക്ക് അത് വേണമെന്ന് പറയുന്നു. അത്തരം ഒരു ചർച്ചകളും തന്നെയാണ്. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണം ഇറാൻ അഴിച്ചുവിടുമ്പോൾ അതിനെന്തായാലും മറുപടി പറയേണ്ടി വരും. ആർക്കും പരിക്കില്ല എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ വരുന്നുണ്ടെങ്കിലും, ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനെന്തായാലും ഒരു മറുപടി കൃത്യമായി ഇറാൻ ഇന്ത്യക്ക് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.